ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടയെ കാണാനായിട്ട് എത്തുന്ന മേഘൻ കണ്ണൻ നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അയാളെ കൊണ്ട് എഴുതിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഗുണ്ടയ്ക്ക് വെറുതെ പേപ്പറിൽ കോറി വരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ മേഘൻ. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയെയും മുള്ളലിരുത്തി ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് പ്രതാപനും കരുണയും വരുന്നത്. പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, ഉണ്ണിയുമായിട്ട് മോൾക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു വിവാഹം നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ മറ്റൊരു വിവാഹമൊന്നും എനിക്കിനി വേണ്ട എന്നും അച്ഛൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ എൻ്റെ ശത്രുവായ ലക്ഷ്മിയുടെ ഭാവി ഇല്ലാതാക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. കണ്ണൻ അയാളുടെ 3/4 സ്വത്തുക്കളും ലക്ഷ്മിയുടെ പേരിൽ എഴുതി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ വെറും പൂജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ കരുണ. ഇതേ സമയം ഹമ്പിൽപ്പെടുന്ന കാറാണെങ്കിൽ എതിരെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ബുള്ളറ്റിൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ കാറിലിരിക്കുന്ന പ്രതാപനെയും കരുണയും കണ്ട് കണ്ണനും മഹാലക്ഷ്മിയും വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. പ്രതാപനും കരുണയ്ക്കാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അവർ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ. ശേഷം എവിടെ നോക്കിയാടാ നീയൊക്കെ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ കണ്ണൻ്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം മഹി പറയുന്നുണ്ട്, കരുണയുടെ അച്ഛനും അവൾക്കും നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു സാഹസത്തിന് ഇനി മുതിരണ്ട കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ തൽക്കാലത്തേക്കാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ നാശം കാണാൻ കൊതിക്കുന്ന എല്ലാവരും സത്യം അറിയാമെങ്കിൽ അറിയട്ടെ മഹി. എന്തായാലും തന്നെയും പുറകിലിരുത്തിയുള്ള ഈ യാത്ര ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം അവർ ഒരു ഐസ്ക്രീം പാർലറിലൊക്കെ പോയി ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കൂടി ബുള്ളറ്റിൽ പുറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അവർ തിരികെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നത്. തുടർന്ന് റോഡിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അനന്തുവിനോടും ലേഖയോടും പറയുന്നുണ്ട് കേട്ടോ കണ്ണനും മഹിയും. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ്റെ കാറിന് മുന്നിൽ പ്രതാപനെയും കരുണയും ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. അപ്പോൾ മാർക്കോയെ കണ്ട് അടിമുടി വിറയ്ക്കുന്നുണ്ട് പ്രതാപനും കരുണയും. തുടർന്ന് മാർക്കോയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ മലയ്ക്ക് പോയ എന്നെയും കണ്ണൻ സാറിനെയും കൊല്ലാൻ വേണ്ടി ആളെ വിട്ടതിന് ശേഷം നിന്നെയും ആ മേഘനെയും ഞാൻ തെരഞ്ഞു നടക്കുകയാണ്. ആ മേഘൻ എന്നെ വിട്ട് പേടിച്ച് സ്ഥലം വിട്ടു. പക്ഷേ എന്നെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടൂ എന്ന് മാർക്കോയും. അവനെ ശരിക്കൊന്ന് പെരുമാറണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു മാർക്കോ എന്ന് ലോപ്പസും പറയുന്നുണ്ട്. എന്തായാലും അവന് പകരം നിന്നെ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. ഇനി നിനക്ക് മാപ്പില്ല പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പ്രതാപൻ്റെ ഡ്രസ്സിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരുണയാണെങ്കിൽ അത് കണ്ട് ശരിക്കും പേടിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇയാൾ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഇയാളെ വെട്ടി നുറുക്കുകയാണ് വേണ്ടത്. നീയും അങ്ങനെ തന്നെയല്ലേ? സ്വന്തം ചേച്ചിയെ മനസ്സിലാക്കാതെ നീ ആജന്മ ശത്രുവായിട്ടല്ലേ മഹാലക്ഷ്മിയെ കാണുന്നത്? പിന്നെ കണ്ണൻ സാറിൻ്റെ അനിയൻ നിൻ്റെ ഭർത്താവില്ലേ ആ മണ്ണുണ്ണി, അവനെയും എൻ്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് മാർക്കോ പറയുമ്പോൾ ഒരബദ്ധം പറ്റി മാർക്കോ, ഇത്തവണത്തേക്ക് മാപ്പാവണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ മാർക്കോയുടെ മുന്നിൽ അപേക്ഷിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോയുടെ. അപ്പോഴത്തേക്കും അവിടെയൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബഹളമൊക്കെ കണ്ടുകൊണ്ട്. എന്തായാലും അവസാനത്തെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാർക്കോ പ്രതാപനെയും കരുണയെയും വിട്ടയക്കുന്നുണ്ട്. ശേഷം പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, ആ മേഘൻ ഇവനെ പേടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇവനെ എങ്ങനെയെങ്കിലും തീർത്താൽ മാത്രമേ കണ്ണനെയും മഹാലക്ഷ്മിയെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹി കുടുംബക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണൻ കൂടി വരണമെന്ന് ആഗ്രഹം പറയുന്നുണ്ടെങ്കിലും കരുണയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അവിടുത്തെ പൂജാരിയൊക്കെ സത്യം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണനോട് വരണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ കണ്ണൻ മഹിയോടൊപ്പം ചെല്ലുന്നില്ല. അങ്ങനെ മഹി തൊഴുതിറങ്ങുമ്പോൾ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അമ്മയോടായിട്ട് മഹി പറയുന്നുണ്ട്, അമ്മയെ കാണണം എന്ന് ആഗ്രഹിച്ചതുള്ളൂ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ അമ്മ മോളുടെ അടുത്തേക്ക് വന്നത്. മോളുടെയും കണ്ണൻമോൻ്റെയും ജീവിതം പുതിയൊരു വഴിത്തിരിവിലാണ്. എന്തായാലും മോളെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അടുത്ത കാലത്തേക്ക് മോളൊരു സന്തോഷ വർത്തമാനം കേൾപ്പിക്കും. എൻ്റെ വാക്കുകൾ ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും വിശ്വസിക്കാം. മോളും മോനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാൻ തയ്യാറെടുത്തോളൂ എന്ന് അമ്മ തെളിച്ചു പറയുമ്പോൾ അത് കേട്ട് സന്തോഷം കൊണ്ട് മുഖം വിടരുന്നുണ്ട് കേട്ടോ മഹിയുടെ. ഇതേ സമയം തന്നെ അമ്പലത്തിലെ മണിയടി ശബ്ദവും ഉയരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അത്ഭുതത്തോടെ അമ്പലത്തിനകത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ മഹി.
തുടർന്ന് മഹി അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മയെ കാണുമ്പോൾ പലപ്പോഴും ചോദിക്കണം എന്ന് കരുതിയതാണ്. കണ്ണനേട്ടനും അമ്മയെപ്പോലെ ഒരു അമ്മയെ കാണാറുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടന് അപകടം സംഭവിക്കുന്നതിന് മുൻപ് ആ അമ്മയാണ് കണ്ണേട്ടന് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചത്. കണ്ണേട്ടൻ കൂടെ കൂട്ടിയിരുന്ന ആ അയ്യപ്പ വിഗ്രഹമാണ് ഒരു നിമിത്തം പോലെ എൻ്റെ കയ്യിൽ വന്നു ചേർന്നത്. കണ്ണേട്ടന് 12-ാം വയസ്സിൽ ആ അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചത് ഞാൻ കാണുന്ന ഈ അമ്മയാണോ? കണ്ണേട്ടനും ഞാനും മാർക്കോയും ഒരുപോലെ കാണുന്നത് ഈ അമ്മയാണോ എന്ന് മഹി തുറന്ന് ചോദിക്കുമ്പോൾ മോളുടെ സംശയം സത്യം തന്നെയാണെന്നും കണ്ണൻ മോൻ്റെ അരികിലേക്കും മാർക്കോയുടെ അരികിലേക്കും കാണുന്ന ആ അമ്മ ഞാൻ തന്നെയാണ്. കണ്ണൻ മോന് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചതും ഞാൻ തന്നെയാണ്. പിന്നെ മോളും മാർക്കോയും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധം തന്നെയാണുള്ളത്. അത് മോള് വൈകാതെ തിരിച്ചറിയും എന്നും അമ്മ ഒരു സത്യം മഹിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ട് ഞെട്ടലോടെ കേട്ട് നിൽക്കുന്നുണ്ട് മഹി. തുടർന്ന് ഒന്നുകൂടി അമ്മ മഹിയെ അറിയിക്കുന്നുണ്ട്. മോൾ ഉടനെ തന്നെ കണ്ണൻ മോന് സംഭവിച്ച അപകടത്തിൻ്റെ കാരണക്കാരെക്കുറിച്ച് മോനോട് തുറന്നു പറയണം. ഇനിയും മോളത് കണ്ണൻ മോനിൽ നിന്നും മറച്ചു വെക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നതോടുകൂടി തന്നെ എന്തായാലും ഇനി പ്രതാപനെ കുറിച്ചുള്ള സത്യം കണ്ണനെ അറിയിക്കാം എന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും 1-ാം വിവാഹ വാർഷികം അടിപൊളിയായിട്ട് ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അനന്തവും ലേഖയും എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മി അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും അനന്തവും ലേഖയും അവരെ കൊണ്ട് അതിന് സമ്മതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്